ഹായ് ഹലോ, നമ്മളിന്ന് പോകുന്നത് അമല ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ചകലെയായി സ്ഥിതി ചെയ്യുന്ന വിലങ്ങൻകുന്ന് ടൂറിസത്തിലേക്കാണ്. അങ്ങനെ നമ്മൾ വിലങ്ങൻകുന്നിലേക്കുള്ള പ്രധാന വഴിയിലേക്ക് കയറി. റോഡാകെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന നിലയിലാണ് കിടന്നിരുന്നത്. നമ്മളിന്നിവിടെ വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം വിലങ്ങുന്നിൽ പ്രഭാത സവാരി നടത്താനാണ്. കുറേ കാലങ്ങളായി രാവിലെ 6 മുതൽ 8 വരെയുള്ള സമയത്ത് പ്രഭാത സവാരിക്ക് പൊതുജനങ്ങൾക്കൊന്നും അനുമതി ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക ക്ലബിലെ അംഗങ്ങൾക്ക് മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നത്. ഇതിനെതിരെ ഒരു കൂട്ടം യുവാക്കൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് പൊതുജനങ്ങൾക്ക് രാവിലെ 6 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് പ്രഭാത സവാരിക്ക് സൗജന്യമായി തുറന്നു കൊടുത്തു തുടങ്ങിയത്. ഇനി നമുക്ക് വിലങ്ങുന്നിലെ കാഴ്ചകൾ കാണാം. നമ്മൾ നേരെ ചെന്ന് കയറിയത് കിഡ്സ് പാർക്കിലേക്കാണ്. കയറിയ വഴിക്ക് തന്നെ നമ്മളൊരു വ്യൂ പോയിന്റിലേക്ക് കയറി. അവിടെ ശുചീകരണ തൊഴിലാളികൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൂര്യോദയമൊക്കെ കണ്ടു. നേരെ പാർക്കിൻ്റെ ഏരിയയിലേക്ക് പോയി. അവിടെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി. നമ്മുടെ പഴയ കാലമൊക്കെ ഓർത്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ നടക്കാനുള്ള പാത്ത് വേയിലേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മൾ നടക്കുന്നതിനിടയിലാണ് നമ്മൾ കാട്ടുകോഴീനെ കണ്ടത്. നിങ്ങളുടെ അവിടെയൊക്കെ ഇതിനെന്താ പറയാന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ ഞങ്ങളുടെ നടത്തമൊക്കെ തുടർന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ നല്ലൊരു മനോഹരമായ ഒരു ബെഞ്ച് കാര്യങ്ങളൊക്കെ കണ്ടു, മരത്തിൻ്റെ ഷേപ്പിൽ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നല്ല അങ്ങനെ ചെറിയ ചെറിയ ഫ്രണ്ട്സ് കോർണറും അതേപോലെ കപ്പിൾസ് കോർണേഴ്സൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്ന് പിന്നെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ്, വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ എത്തി ഞങ്ങൾ നേരെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ചു. പുറനാട്ടുകാരെ പള്ളി അങ്ങനെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ കണ്ടത് സെൽഫി മുക്കാണ്. പുല്ലും കാടൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പൂളാണ് കണ്ടത്. അത് ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. പിന്നെ അതിനുശേഷം ചെറിയ മരമൊക്കെ പിടിച്ച് കുലുക്കി അങ്ങനെ വെള്ളമൊക്കെ മേത്തേക്ക് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓപ്പൺ സ്റ്റേജ് അതുപോലെ കർഷകരുടെ പ്രതിമയും കാര്യങ്ങളൊക്കെ കണ്ടു. അതിനുശേഷം ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ അവനതിലിരുന്നിട്ട് ഊഞ്ഞാലാടിയായിരുന്നു. അതിനുശേഷം നമ്മൾ പീരങ്കിയുടെ ഒരു ശില്പമാണ് കണ്ടത്. നല്ല രീതിയിലുള്ള ഒരു ശില്പം തന്നെയായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മെയിനായിട്ടുള്ളൊരു ഗ്രൗണ്ടിലേക്ക് കടന്നു. ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് 2 ഫുഡ് കോർട്ടുകളാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാറായി. അപ്പോഴേക്കും കുറച്ച് ചേട്ടന്മാരൊക്കെ വന്ന് അവിടെ ഷട്ടിലൊക്കെ കളിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.